നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ വീക്കെൻഡല്ലേ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു ഡിന്നറും ചെറിയ പർച്ചേസിങ് കാര്യങ്ങളിലായിട്ട് മദീന സെയ്ദ് സിറ്റിയിൽ വന്നതാണ്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ സായിദ് സിറ്റി, അതായത് സായിദ് സിറ്റി മാളില്ലേ, സിറ്റി മാളിൻ്റെ തൊട്ട് പിന്നിലുള്ള റെസ്റ്റോറൻറ്റാണ്. ഈ റെസ്റ്റോറൻറ്റ് ചെറിയൊരു ക്ലിപ്പ് ഞാൻ മുന്നേ നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗിൽ, അതായത് നമ്മുടെ ഇഫ്താർ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനീൻ്റെ ഇഫ്താർ വിരുന്ന്, കഴിഞ്ഞ കൊല്ലത്തെ ഇഫ്താർ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ്, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ കാഴ്ചയാണ്. ഈ ഒരു റെസ്റ്റോറൻ്റാണ് അൽദഫ്ര സിറ്റിയിലുള്ള, അതായത് മദീന സെയ്ദ് പോപ്പുലർ റെസ്റ്റോറൻറ്റ് ആൻഡ് കിച്ചൺ. ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിലുള്ള വൈബില്ലേ ഒരു പാലസിന് തുല്യമാണ്. പാലസിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രാജകീയമായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ നമുക്കുള്ള ആ വൈബില്ലേ അതൊരു ഒരു 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 സംഭവം തന്നെയാണ്. അതിൻ്റെ ഉള്ള ചിത്രപ്പണികളും അതുപോലെ തന്നെ അതിലുള്ള ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ വെളിച്ചം താരതമ്യേന കുറവാണെങ്കിലും നമുക്ക് വ്ളോഗ് ചെയ്യുന്ന, അതായത് ഒരു വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ലൈറ്റും വെളിച്ചവും അതിൻ്റെ ഉള്ളിലില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള കാണാനുള്ള ഇൻറ്റീരിയർ അടിപൊളിയാണ്, അടിപൊളി വൈബാണത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്ളോഗ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നമ്മുടെ ഇഫ്താർ പാർട്ടി, അതായത് നമ്മുടെ കമ്പനി തന്നിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നിൽ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ, അതായത് ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നർ പ്രോഗ്രാം ചെയ്തിരിക്കും. ഇതാണ് ഇതിൻ്റെ പേര്, മദീന സെയ്ദ് പോപ്പുലർ റെസ്റ്റോറൻറ്റ് ആൻഡ് കിച്ചൺ. ഇവിടുത്തെ മെനു ആണ് ചിക്കൻ ഡിഷസ്, ഫിഷിൻ്റെ ഉണ്ട്, അതുപോലെ സാൻഡ്വിച്ചസ്, ചാർക്കോൾ ഗ്രില്ല്, നല്ല സൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാം എത്തിയിട്ടുണ്ട്. ഇത് ഗ്രിൽഡ് ചിക്കൻ പറഞ്ഞു. ഇത് ഹാഫല്ലേ, ഇത് പറഞ്ഞല്ലേ, ഹാഫ് മിക്സ് ഗ്രില്ലാണ് ഇത്. പിന്നെ നല്ല നമ്മുടെ കച്ചമ്പറും, അതിന് പുറമെ ഒലീവ് ഓയിൽ പറഞ്ഞിട്ട് കൊണ്ടുവന്നുണ്ടോ. ആ പ്രസൻറ്റേഷൻ കണ്ടോ, അതാണ് എല്ലാം രാജകീയമായിട്ടുണ്ട്. ഒരു പാലസിൻ്റെ ലോക്ക്. അങ്ങനെ നമ്മുടെ ഫുഡ് കംപ്ലീറ്റ് കാര്യമായ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് ഡേയിൽ കുറച്ച് നല്ല തിരക്കുണ്ടാവും. പിന്നെ വല്ല പാർട്ടികളോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കൂടുതൽ തിരക്കുണ്ടാകുക. പിന്നെ അല്ലാതെ നമ്മുടെ ഓഫ് ഡേയിലും തിരക്കുണ്ടാവും. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെയല്ലേ നമുക്ക് ആ സ്വാഗതം ചെയ്യുന്ന ഒരു, നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ആംബിയൻസ് ഇല്ലേ, അതൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നല്ലൊരു ഒരു പാലസിൻ്റെ ഒരു വൈബ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് ഭാഗമാണിത്, അതായത് മദീന സെയ്ദ് പോപ്പുലർ റെസ്റ്റോറൻറ്റ് ആൻഡ് കിച്ചൺ എന്നാണ്. അതായത് ഇവർക്ക് കാറ്ററിംഗ് കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കാണുന്ന അത് തന്നെയാണ് സിറ്റി മാളിൻ്റെ നേരെ പിന്നിലാണ് ഇത്, ഈ ഒരു സംഭവം കാണുന്നത്. ഇതാണ് നമ്മളെപ്പോഴും വെസ്റ്റേൺ റീജിയനിൽ പറയുന്ന മദീന സെയ്ദ് എന്ന് പറയുന്ന സംഭവം. മദീന സെയ്ദ് ടൗണാണിത്. അപ്പോൾ നമ്മൾ സിറ്റി മാളിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നേരെ നമ്മൾ പുറത്തിറങ്ങി നാളെ ബസ് സ്റ്റാൻഡ് വരെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ അതിന് മുമ്പേ അൽദഫ്ര കോപ്പ് കിട്ടും. പിന്നെ ഇത് മുനിസിപ്പാലിറ്റീൻ്റെ ഇതാണ്, അൽദഫ്ര മുനിസിപ്പാലിറ്റീൻ്റെ കമ്മ്യൂണിറ്റി സെൻ്ററാണ്. ഇതെല്ലാം അപ്പുറം കാണുന്നതെല്ലാം ഗവൺമെൻറ് റിലേറ്റഡ് ഓഫീസുകളും കാര്യങ്ങളിലാണ്. ആ സിറ്റി മാളിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തും. ബസ് സ്റ്റാൻഡിൽ നമുക്ക് 8:40 ബസ് ലിവയിലേക്ക്. അതിപ്പം സമയം 7:50 കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ UAE തന്നെ താമസിക്കുന്ന എത്ര ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഒരു വെസ്റ്റേൺ റീജിയനിൽ, അതായത് അബുദാബി വെസ്റ്റേൺ റീജിയനിൽ പെട്ട അൽദഫ്ര എന്ന് പറഞ്ഞ ലിവ എന്ന് പറഞ്ഞതും സ്ഥലങ്ങളുണ്ട് എന്നുള്ള നമ്മൾ ചില ഒരുവിധ ആൾക്കാരെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളെ ബോർഡർ ആയതുകൊണ്ട് അതുപോലെ റുവൈസ്. പക്ഷേ ലിവ അങ്ങനെ ഒരുവിധ ആൾക്കാരൊന്നും കേൾക്കാത്ത സ്ഥലങ്ങളാണ്, കാണാത്ത സ്ഥലങ്ങളാണ്. നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ബസ്സിന് വരികയാണെങ്കിൽ ഒരു 3.5 മണിക്കൂർ അബുദാബി ടൗണിൽ നിന്ന് നമുക്ക് വേണം. ഇതാണ് നമ്മുടെ അൽദഫ്ര ബസ് സ്റ്റാൻഡ്, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബസ് വന്നിട്ട് നിൽക്കുന്ന ട്രാക്ക് ഇതാണ്. നമ്മളെ വണ്ടി വരുന്നത് നമ്മളെ ലിവയിലേക്ക് വന്ന 660, ഇതാണ് നമ്മുടെ ലിവയിലേക്ക് വന്ന ബസ്. അങ്ങനെ എത്തി. ഇനി ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് നമുക്ക് ലിവയിലെത്തണമെങ്കിൽ.